ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം 7ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമായ എക്കണോമിക് സോഴ്സസ്, സാമ്പത്തിക സ്രോതസ്സുകൾ. യു മൈറ്റ് ഹാവ് ഹേർഡ് ഓഫ് ദ പ്രൊജക്ട് സമ്പൂർണ്ണ വിച്ച് കളക്ട്സ് ആൻഡ് റെക്കോർഡ് all details related to every student of a school. Given below is a sample of the details of parents' occupation recorded by a teacher as part of Sampurna. Occupation: farming, employed at hotels, teaching, employed in factories, government service, medical field. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കിയ സമ്പൂർണ്ണ എന്ന പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഇതിൻ്റെ ഭാഗമായി ഒരു അധ്യാപിക തൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ചെയ്യുന്ന തൊഴിലുകൾ പട്ടികപ്പെടുത്തിയതിൻ്റെ ഒരു ഭാഗം ചുവടെ നൽകിയിരിക്കുന്നു. തൊഴിലുകൾ: കൃഷിപ്പണി, ഹോട്ടൽ ജോലി, അധ്യാപനം, ഫാക്ടറി തൊഴിൽ, സർക്കാർ ഉദ്യോഗം, ചികിത്സ. You may be familiar with all these occupations. These are called economic activities because they generate income. There may be many such economic activities around you. Identify these and add it to table 1. Among these, some are related to agricultural sector. Analyzing the table, can you identify other sectors to which these activities are related? ഇൻഡസ്ട്രി, സർവീസസ്. ഈ തൊഴിലുകളെല്ലാം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത് കൊണ്ട് ഇവയെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ചുറ്റും ഇതുപോലെ അനേകം സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവുമല്ലോ. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ചിലത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. പട്ടിക വിശകലനം ചെയ്താൽ മറ്റ് ഏതൊക്കെ മേഖലകളിലെ പ്രവർത്തനങ്ങൾ കണ്ടെത്താനാകും? വ്യവസായം, സേവനം. The sector involving activities making direct use of natural resources is called primary sector. As activities related to agriculture form a major part of it, this sector is also called agricultural sector. There are economic activities that manufactures good making use of the products of primary sector as the raw materials. Such activities fall under the secondary sector as it gives more importance to industrial activities. It is also called industrial sector. Service sector collects and distributes products of primary and secondary sectors. In addition to this, service sector includes education, transport, banking, IT, etc. Tertiary sector includes all services. It is also called service sector. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല പ്രാഥമിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് കാർഷിക മേഖല എന്നും ഇത് അറിയപ്പെടുന്നു. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കും. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിംഗ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നു. സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്നതാണ് തൃതീയ മേഖല. ഇത് സേവന മേഖല എന്നും പറയുന്നു. എക്കണോമിക് ഗ്രോത്ത് ടേക്സ് പ്ലേസ് വെൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർട്ടറി സെക്ടേഴ്സ് ഫങ്ഷൻസ് ആസ് എ വൂൾ. ഫോർ എക്സാമ്പിൾ, raw cotton, a product of primary sector, is a raw material to the textiles industry. The services of transport and communication are essential for supplying these products to the customers. All these are services of tertiary sector. പ്രാഥമിക, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം നോക്കാം. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായ പരുത്തി ദ്വിതീയ മേഖലയായ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ്. വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിന് ഗതാഗത വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ്. ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ്. ഈ മേഖലകളുടെ പരസ്പര ബന്ധം കാണിക്കുന്ന ചിത്രം നോക്കൂ.
ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ മേഖലകൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുമല്ലോ. You may find out another example showing the interrelationship between these sectors. Central Statistical Office has classified the economic activities included in the primary, secondary and tertiary sectors. This is given in the following table. മേഖലകളുടെ പരസ്പര ബന്ധം കാണിക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടി കണ്ടെത്താമല്ലോ. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ CSO വർഗീകരിച്ചിട്ടുണ്ട്. അത് താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ്. സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രി, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ. ടെറിട്ടറി സെക്ടർ ട്രേഡ്, ട്രാൻസ്പോർട്ട്, ഹോട്ടൽ, കമ്മ്യൂണിക്കേഷൻ, പ്രൊക്യൂർമെൻറ്റ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സോഷ്യൽ സർവീസസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് an institution that works under the Ministry of Statistics and Program Implementation. Important functions: coordinate and analysis data, collect data of all sectors and process it for planning purpose, estimate national income using data. പ്രാഥമിക മേഖല കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ദ്വിതീയ മേഖല വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. തൃതീയ മേഖല വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. പ്രധാന ചുമതലകൾ: സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. സെക്ടേഴ്സ് ആൻഡ് റിലേറ്റഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. Every occupation in our country falls under the primary, secondary and tertiary sector. In India, the availability of employment in primary, secondary and tertiary sectors varies. You can find an increased access to employment in some sectors while it is not so in the other sectors. Examine the table showing the percentage of employment availability in different sectors from 1993 to 2011. മേഖലകളും തൊഴിൽ ലഭ്യതയും. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്നവയാണ് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ തൊഴിലുകളും. ഇന്ത്യയിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിൽ ലഭ്യത വ്യത്യസ്തമാണ്. ചില മേഖലകളിലെ തൊഴിൽ ലഭ്യത കൂടി വരുമ്പോൾ മറ്റു ചില മേഖലകളിൽ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരുന്നതായി കാണാം. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത വിശദമാക്കുന്ന പട്ടിക പരിശോധിക്കൂ. Write your finding after analysis table to based on the following indicators. Which sector shows an increased trend in the availability of employment? Which sector shows highest availability of employment in all periods? How much is the employment availability in primary sector greater than that of the other two sectors in 211? You have seen that the primary sector has more employment opportunities than the other sectors. Here, agriculture and allied activities provided more employment opportunities. The food requirement of our country is met by primary sector. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് പട്ടിക 2 വിശകലനം ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ എഴുതുക. സൂചകങ്ങൾ: ഏതെല്ലാം മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് വർദ്ധിച്ചു വരുന്നത്? ഏത് മേഖലയിലാണ് തൊഴിൽ ലഭ്യത എല്ലാ കാലഘട്ടത്തിലും കൂടുതൽ? 2011 പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത മറ്റ് 2 മേഖലകളിലെ തൊഴിൽ ലഭ്യതയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത് പ്രാഥമിക മേഖലയാണെന്ന് കണ്ടുവല്ലോ. ഇവിടെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത്. നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നത് ഈ മേഖലയിലെ പ്രവർത്തനം വഴിയാണ്. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ
India has been giving importance to the development of primary sector since independence. Well-planned activities have brought about much improvement in food grain production. There has been noticeable increase not only in employment opportunities but in food grain production as well. This is a graphical representation of the trend of food grain productions of India during different periods. ഭക്ഷ്യോൽപാദനം. സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഇന്ത്യ പ്രാഥമിക മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ആസൂത്രണത്തോടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക മാത്രമല്ല ഭക്ഷ്യോൽപാദനവും ഗണ്യമായി വർദ്ധിച്ചു. ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടായ മാറ്റം വിശദമാക്കുന്ന ഡയഗ്രമാണ് നൽകിയിരിക്കുന്നത്. What type of change does the diagram indicate? The diagram states that there is a steady progress in food production in India, but poverty still persists in various parts of India even after the increased food production. What may be the reasons? Defects in distribution, low potential of individuals to purchase goods. ഭക്ഷ്യോൽപാദന രംഗത്ത് ഏത് തരത്തിലുള്ള മാറ്റമാണ് ഡയഗ്രം സൂചിപ്പിക്കുന്നത്? ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു വരുന്നു എന്ന് ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമാണല്ലോ. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നത് എന്തൊക്കെയാവും? ഇതിൻ്റെ കാരണങ്ങൾ: വിതരണത്തിലെ അപാകത, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. Poverty. As per the recommendation of the Planning Commission, the people in urban areas whose intake of nutrition food is less than 2100 calories and those in rural areas whose intake of nutrition food is less than 2400 calories experience poverty. The Economic Survey 211 and 12 states that the percentage of poverty in India is 29.8, Bihar with the highest of 53.5 percentage, Himachal Pradesh with the lowest of 9.5 percentage, Kerala has a poverty rate of 12%. ദാരിദ്ര്യം. ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഏറ്റവും കൂടുതൽ ബീഹാർ 53.5%, ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശ് 9.5%, കേരളം 12%. Food security is attained when there is adequate availability of food to the needy. Food security exists when all people at all times have a physical and economic access to sufficient nutritious food to meet the dietary needs and food preference for active and healthy life. By analyzing the definition of food security, what conclusion do you arrive at? All people should get food. Food should be made available at all times. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. ഈ നിർവചനം വിശകലനം ചെയ്താൽ ഭക്ഷ്യസുരക്ഷയെപ്പറ്റി എന്തൊക്കെ കണ്ടെത്താം? എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ലഭിക്കണം, എല്ലാ കാലത്തും ഭക്ഷണം ലഭിക്കണം. Poverty alleviation programs. Governments are trying to ensure food security by strengthening the public distribution system and implementing various poverty alleviation programs. Have a look at the projects and programs being implemented by the government. Government project Annapurna, അന്ത്യോദയ അന്നയോജന, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, സ്വാമ ജയന്തി ശബരി റോസ്ഗാർ യോജന. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ.
പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന പ്രധാന പദ്ധതികളും പരിപാടികളും ഏതൊക്കെയാണെന്ന് നോക്കൂ. സർക്കാർ പദ്ധതികൾ: അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സർക്കാർ പരിപാടികൾ: സംയോജിത ശിശുവികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. കേരള ആൻഡ് ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. കേരള ഈസ് നോട്ട് സെൽഫ് സഫിഷ്യന്റ് ഇൻ ഫുഡ്, സോ വി ഡിപ്പെൻഡ് ഓൺ അതർ സ്റ്റേറ്റ്സ് ഫോർ ഫുഡ്. Kerala has a strong public distribution system to ensure food security. The public distribution outlets in Kerala supply rice, food products and other essential commodities to the needy at a fair price. There are many agencies functioning with the objective of providing essential commodities to people at a fair price. Let us see some of them. Public distribution system. Public distribution system provides food items and other essential commodities to people at reasonable prices, and the entire chain of such organization are controlled by the government. കേരളവും പൊതുവിതരണ സമ്പ്രദായവും. കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ല. അതുകൊണ്ടാണ് നാം ഭക്ഷണത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിനുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റു നിത്യോപയോഗ സാധനങ്ങളും ആവശ്യക്കാരായ എല്ലാ ജനങ്ങൾക്കും ന്യായവിലയിൽ ലഭ്യമാക്കി വരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ധാരാളം കേന്ദ്രങ്ങളുണ്ട്. അവയിൽ ചിലത് നോക്കാം. പൊതുവിതരണ സംവിധാനം. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലമാണ് പൊതുവിതരണ സംവിധാനം. കേന്ദ്രം. ലഭ്യമാകുന്ന വസ്തുക്കൾ. പൊതുവിതരണ കേന്ദ്രം: അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ. ഹോർട്ടിക്രോപ്പ് പച്ചക്കറികൾ. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ് എന്നിവയിൽ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കുന്നു. ചലഞ്ചസ് ടു ഫുഡ് പ്രൊഡക്ഷൻ. ദോ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ആർ effectively managed by the public distribution system, our food production sector still faces certain challenges. Let us have a look at these challenges. Look at the college given below. Food Security Act. The Parliament passed the bill in 2030. Features. Food security is the legal obligation of the government to ensure adequate nutrition and high quality food items at a fair price to all people. Availability of food is a legal right of citizen. ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം നടത്തിയും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തോട് അടുക്കുമ്പോഴും ഭക്ഷ്യോൽപാദന രംഗം ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പാർലമെൻറ്റ് അംഗീകരിച്ചു. പ്രത്യേകതകൾ. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളതും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. The news college given above displays some of the challenges faced by the food production sector. List out the challenges. Crop failures due to natural calamities, using agricultural land for non-agricultural purpose, reducing the rate of subsidies, unable to purchase agricultural machine, climate changes, unable to insure crop insurance, excessive use of fertilizers, reducing soil fertility. It is essential that these issues and challenges be addressed to ensure food security by improving food production and distribution. ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ചിലതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന കൊളാഷിലുള്ളത്.
വാർത്താ കൊളാഷിൽ നിന്ന് ഏതൊക്കെ വെല്ലുവിളികൾ കണ്ടെത്താം? പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം, കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, സബ്സിഡി കുറയ്ക്കുന്നത്, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്, രാസവളങ്ങളുടെ അമിത ഉപയോഗം, ഭൂമിയുടെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്തുന്നത്. ഈ വെല്ലുവിളികൾ മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷ്യോൽപാദനം കൂട്ടുവാനും ആവശ്യാനുസരണം വിതരണം ചെയ്യുവാനും അതുവഴി ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാനും കഴിയുകയുള്ളൂ. സമ്മറി: The interrelationship of primary, secondary and tertiary sectors is the base of economic growth. Among the three sectors of the economy, the agriculture sector still provides more employment opportunities. Indian economy witness the trend of increasing employment opportunities in the secondary and tertiary sectors and decreasing employment opportunities in the primary sector. Even after enhanced food production, India has to go a long way to attain food security. An efficient public distribution system and welfare activities of government help to attain food security. സംഗ്രഹം: പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധമാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ആധാരം. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിൽ കാർഷിക മേഖലയാണ് ഇന്ത്യയിൽ ഇന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിലവസരങ്ങൾ കൂടി വരികയും പ്രാഥമിക മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സവിശേഷതയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കാണുന്നത്. ഭക്ഷ്യോൽപാദനം കൂടിയിട്ടും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാൻ ഇനിയും ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശക്തമായൊരു പൊതുവിതരണ സമ്പ്രദായവും സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തിൽ എത്തുവാൻ സഹായമാകുന്നു.